ഹലോ അപ്പോൾ ഓക്കെ അങ്ങനെ കുറച്ച് ചാമ്പയ്ക്ക് കിട്ടിയ സന്തോഷത്തില എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കിട്ടി കഴിഞ്ഞാലേ വെറുതെ ഉപ്പും മുളകും കൂട്ടി തിന്നണ ശീലമൊക്കെ ഉണ്ട്. ഇപ്പൊ തൊട്ട് രഞ്ജുവേട്ടനും മോളൊക്കെ അതിൽ കൂടി, മറ്റേത് അവരാരൊന്നും കഴിക്കാറില്ല. അപ്പൊ ആദ്യം കുറേ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത വീട്ടിൽ എവിടെ നിന്ന് കിട്ടിയതാ. അപ്പൊ ഞാൻ കുറച്ച് ചാമ്പയ്ക്കയില് കുറച്ചെടുത്തതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കി. എന്നിട്ടും കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് വേസ്റ്റ് ആവില്ലേ. അപ്പൊ ഞാൻ വെച്ചു അതുകൊണ്ട് ഒരു അച്ചാറിടാന്ന്. അപ്പൊ അതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി അച്ചാറിട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് അച്ചാർ പൊടി, അത് ഞാൻ മുന്നേ ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കി ഇതെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചതാ. അതും കുറച്ച് ഉപ്പൊക്കെ കൂടെ മിക്സ് ചെയ്തു. പിന്നെ അത് കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണയും, ഞാൻ വെളിച്ചെണ്ണ ഇട്ടേട്ടോ. ചാമ്പയ്ക്ക അച്ചാറായതുകൊണ്ട് എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനാണ് ഇഷ്ടം. സ്വതുവേ മറ്റേതാ എണ്ണയാണ് ഒഴിക്കാറ്. അപ്പം അതിൽ കുറച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കഴിഞ്ഞിട്ട് ഈ മിക്സ് അതിലോട്ട് ഇട്ടു. അതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിങ്ങനെ അങ്ങനെ വേവിക്കൊന്നും വേണ്ട. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വിനാഗിരി അതിലിങ്ങനെ മിക്സ് ചെയ്തൊരു കുറച്ച് മതി കേട്ടോ, അധികമൊന്നും ഒഴിക്കണ്ട. അതങ്ങനെ ഒഴിച്ചെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ തൊട്ട് എടുത്താൽ മതി. ഇവിടെ പിറ്റേ ദിവസം വരെ ഒന്നും വെച്ചില്ല. ആ പാത്രത്തിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് എരിവുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. ഓക്കെ.